നമസ്കാരം. രാജീവ് ചന്ദ്രശേഖറിനെതിരെ നിന്നത് ബി.ജെ.പിയിൽ നിന്ന് തന്നെയുള്ള വി രാജേഷാണ് എന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം. ബി.ജെ.പിയുടെ പുതിയ ഓഫീസിന് മുൻവശത്തായിട്ടുള്ള ചുമരിൽ ഇതിനെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുമായി കൂട്ടുചേർന്നുകൊണ്ട് പണം സമ്പാദിച്ചുകൊണ്ട് വി രാജേഷ് എന്ന ആൾ ഗുരുതരമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നും ഉൾപ്പെടെയുള്ള രീതിയിലാണ് പോസ്റ്ററുകൾ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ആണ് ഈ പോസ്റ്ററുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതാരാണ് ഇവിടെ പോസ്റ്റർ സ്ഥാപിച്ചത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്. എന്തായാലും ബി.ജെ.പിക്കുള്ളിൽ വലിയൊരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ തോൽപ്പിക്കാൻ വേണ്ടി വി രാജേഷ് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിന്നിരുന്നത് എന്നതൊക്കെയാണ് ഈ പോസ്റ്ററിൽ സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പുകാരനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തോൽവിക്ക് വേണ്ടി ഇദ്ദേഹമാണ് ഉത്തരവാദിയായി മാറിയിരിക്കുന്നത്. വി രാജേഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇത്തരത്തിൽ പോസ്റ്ററുകളിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ പുതിയ ഓഫീസിന്റെ മറുവശത്താണ് പ്രധാനമായിട്ടും ഈ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വി രാജേഷിന്റെ വീടിന് മുന്നിലും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ ബി.ജെ.പിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്നുണ്ട്. രാജേഷ് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്നും ഇ.ഡി. റബ്ബർ സ്റ്റാമ്പ് അല്ല എങ്കിൽ ഇവയെല്ലാം കൃത്യമായി കണ്ടുകെട്ടണം എന്നതടക്കമാണ് ഈ പോസ്റ്ററിൽ പരാമർശിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇത്തരത്തിൽ വലിയൊരു സംഭവം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി നേതാവായിട്ടുള്ള വി രാജേഷിനെതിരെ വ്യാപകമായിട്ടുള്ള ഈ പോസ്റ്റർ പ്രചാരണം വലിയ ചർച്ചയിലേക്ക് പോവുകയാണ്. രാജേഷിന്റെ വീടിന് മുന്നിലും ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സമീപത്തെ ചുമരലുകളിലൊക്കെയാണ് ഈ പോസ്റ്ററുകൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖറിനെ ഇപ്പോഴത്തെ പാർട്ടി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് വി രാജേഷ് എന്ന ബി.ജെ.പി പ്രവർത്തകനാണ് എന്നതാണ് ഈ പോസ്റ്ററുകളിലൊക്കെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദീകരണം എന്നതിനെ കുറിച്ചൊന്നും വി രാജേഷ് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായി പാർട്ടി ചർച്ച ചെയ്യണമെന്നും അതിന്റെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണെന്നൊക്കെ വി രാജേഷ് വ്യക്തമാക്കുന്നുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിലും ഈ ഒരു വിഷയത്തിൽ പരാതി നൽകി കഴിഞ്ഞു എന്ന് തന്നെയാണ് വിവരം. എന്തായാലും ഈ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് വി രാജേഷ് പറഞ്ഞു വെക്കുന്നത്. ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. ആരാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കിയതെന്ന് അറിയേണ്ടതുണ്ട്. ഇതിൽ താൻ കുറ്റക്കാരനല്ല എന്നൊക്കെയാണ് പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിൽ വി രാജേഷ് പറഞ്ഞു വെക്കുന്നത് എന്നതാണ് സൂചന. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് പണം പറ്റി രാജീവ് ചന്ദ്രശേഖറിനെ തോൽപ്പിച്ചത് വി രാജേഷ് തന്നെയാണ് എന്നാണ് ഈ പോസ്റ്ററുകളിലൊക്കെ പറഞ്ഞു വെൽക്കുന്നത്. 15 വർഷത്തിനുള്ളിൽ സാമ്പത്തിക വളർച്ചയുണ്ടായ ഈ വി രാജേഷ് നടത്തിയത് വലിയ അനധികൃത സ്വത്ത് സമ്പാദനമാണ്. ഈ പണമൊക്കെ വന്നത് എവിടെ നിന്നാണ് എന്നതൊക്കെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വി രാജേഷിനെതിരെ ഉയർന്നിരിക്കുന്ന പോസ്റ്ററുകൾ സംസാരിക്കുന്നത്. അതേസമയം പോസ്റ്ററുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണമൊന്നും വി രാജേഷ് നടത്തിയിട്ടില്ല. എന്തായാലും ബി.ജെ.പി പ്രതികരണ വേദി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് കൃത്യമായിട്ടുള്ള എന്താണ് നടപടി എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റർ ഇവിടെ വന്നത് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വി രാജേഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കുള്ളിൽ നടന്ന ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമാണോ രാജീവ് ചന്ദ്രശേഖറിന്റെ തോൽവിക്ക് കാരണമായത് എന്നതടക്കമുള്ള ചർച്ചയും ഇപ്പോൾ സജീവമാകുന്നുണ്ട്.